വൈസ് ചാൻസലറുടെ വിലക്ക് ലംഘിച്ച് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. രജിസ്ട്രാറുടെ ഓഫീസ് മുറിയിൽ അനധികൃതമായി ആരെയും പ്രവേശിപ്പിക്കരുതെന്ന VC-യുടെ നിർദ്ദേശം സുരക്ഷാ ജീവനക്കാരും ലംഘിച്ചു. അതിനിടെ സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകി ഉത്തരവുമിറക്കി. DYFI, ASF, AIYF തുടങ്ങി ഇടത് സംഘടനകൾ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധിച്ചു. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നും അസാധാരണ സംഭവങ്ങളാണ് അരങ്ങേറിയത്. സസ്പെൻഷനിൽ തുടരുന്ന മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ VC-യുടെ വിലക്ക് കടന്ന് ആസ്ഥാനത്തെത്തി. ഓഫീസിൽ പ്രവേശിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമം അതെ, കോടതി VC രജിസ്ട്രാറുടെ പകരം ചുമതല ഏൽപ്പിച്ച മിനി കാപ്പൻ പ്ലാനിംഗ് വിഭാഗത്തിൽ തുടർന്നു. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല കഴിഞ്ഞ 7-ാം തീയതി നൽകിയിരുന്നെങ്കിലും ഉത്തരവിറങ്ങിയിരുന്നില്ല. ഇന്ന് രാവിലെ ആ ഉത്തരവും സർവകലാശാല പുറത്തിറക്കി. കൂടാതെ ജോയിന്റ് രജിസ്ട്രാർ P. ഹരികുമാറിന് പകരം ഹേമ ആനന്ദനും ചുമതല നൽകി ഉത്തരവിറക്കി. അതിനിടെ സർവകലാശാലയുടെ പ്രധാന കവാടത്തിലേക്ക് AISF, DYFI, AIYF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ജനം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടുന്നില്ല എന്ന ഡിവിഷൻ ബെഞ്ച്. സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കീം റാങ്ക് പട്ടിക കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ ഇന്നലെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുകയും ഇന്ന് ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സർക്കാരിന്റെ അപ്പീല് നിലവിൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ഈ കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു നിലപാടും തീരുമാനവുമാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സർക്കാരിനേറെ തിരിച്ചടി നൽകുന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ നടപടി. പ്രധാനമായിട്ടും സർക്കാർ മുന്നോട്ട് വെച്ച ഒരു വാദഗതി എന്ന് പറയുന്നത് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനായിട്ട് സർക്കാരിന് അധികാരമുണ്ട്. ജൂൺ 30-ാം തീയതിയാണ് മന്ത്രിസഭ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനായിട്ട് തീരുമാനം എടുത്തത്. 1-ാം തീയതി ഉത്തരവിറക്കി. അത് മാത്രമല്ല, ഈ മാർക്ക് ഏകീകരണ ഫോർമുല അത് പരിഷ്കരിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം CBSE സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളും തമ്മിൽ ഒരു അസമത്വം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഫോർമുല പരിഷ്കരിച്ചത്. പ്രായോഗികമായിട്ടുള്ള തലത്തിലുള്ള ഒരു ഫോർമുലയാണ് പരിഷ്കരിച്ചെടുത്തതും അതും പ്രയോഗിച്ചതും എന്നായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദം. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ കീം റാങ്ക് പട്ടിക അല്ലെങ്കിൽ ആ ഫോർമുല റദ്ദാക്കിയ നടപടി അത് റദ്ദ് ചെയ്യണം, അത് ഉടനടി സ്റ്റേ ചെയ്യണം തുടങ്ങിയ വാദഗതികളായിരുന്നു ആവശ്യമെന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ സിംഗിൾ ബെഞ്ചിന്റെ നടപടിയിൽ ഇടപെടാനാവില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എത്തുകയും അപ്പീൽ ഹൈക്കോടതി തള്ളുകയുമായിരുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് പറഞ്ഞൊരു കാര്യം, പെട്ടെന്ന് ഒരു ഫോർമുല, മാർക്ക് ഏകീകരണ ഫോർമുല അത് കൊണ്ടുവരുന്നു. അതിൽ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണമോ അല്ലെങ്കിൽ ഏത് വിധത്തിൽ അത് പരിഷ്കരിച്ചു കഴിഞ്ഞാൽ ഉപയോഗപ്രദമാകുമെന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും സംസ്ഥാന സർക്കാർ കടന്നിരുന്നില്ല. 14 വർഷമായിട്ട് ഒരേ ഫോർമുലയാണ് തുടർന്നു പോരുന്നത്. പക്ഷെ അതിനിടയിൽ വിദഗ്ധ സമിതി പലതവണ ഈ ഫോർമുല മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കൂടി സംസ്ഥാന സർക്കാർ ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ഈ പറയുന്ന സ്കീമിന്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. എന്തായാലും CBSE വിദ്യാർത്ഥികളായിരുന്നു ഹർജിക്കാർ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ കൊണ്ടുവന്നിരുന്നത്. ആ ഹർജിക്കാർ തന്നെ അപ്പീലിലും ഇന്ന് വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ ചെയ്ത നടപടി തെറ്റാണെന്നുള്ള ഒരു വാദഗതിയായിരുന്നു വിദ്യാർത്ഥികളും ഉന്നയിച്ചത്. എന്തായാലും വിദ്യാർത്ഥികളുടെ വാദഗതികൾ അംഗീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ചിന്റെ നടപടി തെറ്റില്ലെന്ന് കണ്ടുമാണ് ഡിവിഷൻ ബെഞ്ച് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീല് തള്ളിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇനിയുള്ള ഒരു നടപടി എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ നിലവിൽ ഈ ഇപ്പോൾ പറയുന്ന സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ സ്കീമിന്റെ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണം,
അതായത് നിലവിലെ ഈ ഒരു റാങ്ക് പട്ടിക അത് പുനഃക്രമീകരിച്ചുകൊണ്ട് പുതിയതായിട്ട് ഇറക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടി വരും. അത് മാത്രമല്ല, നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാർക്ക് ഫോർമുല അത് മാറ്റിയിട്ട് പഴയ ഫോർമുലയിൽ തന്നെ ചെയ്യേണ്ടി വരും. എന്തായാലും നിലവിൽ CBSE വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ച് അനുകൂലമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ അനുകൂല ഉത്തരവ് തന്നെയാണ് ഇനി നിലനിൽക്കുക. കാരണം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ്. രേഷ്മ, അതോടൊപ്പം തന്നെ ഇടപെടാനാകില്ല എന്ന് ഹൈക്കോടതി പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ. എന്തൊക്കെ മാർഗങ്ങളായിരിക്കാം ഇനി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക? കാരണം സർക്കാരിന് ഏറ്റവും വലിയൊരു പ്രഹരമായി തന്നെ ഇതിനെ കാണാൻ സാധിക്കും. ദേവിക, പ്രധാനമായിട്ടും ഇനി മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. അല്ലെങ്കിൽ ഒരു റിവ്യൂ പെറ്റീഷൻ വീണ്ടും ഫയൽ ചെയ്യേണ്ടി വരും. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഈ പ്രവേശ നടപടികളൊക്കെ തന്നെ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു പ്രശ്നത്തിൽ കൃത്യമായിട്ടുള്ള ശാശ്വത പരിഹാരം നേടിയെടുക്കുക എന്നുള്ള പറയുന്നത് സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും വിശദമായിട്ട് നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമേ ഈ അപ്പീൽ തള്ളിയ സാഹചര്യത്തെ സർക്കാർ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കണ്ടെത്തലുകളും ഒക്കെ തന്നെ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുകയാണ്. കീമിന്റെ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്നുള്ള നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഡിവിഷൻ ബെഞ്ച് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സ്കീമിന്റെ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കേണ്ടി വരും. അതായത് പഴയ ഫോർമുല എന്താണോ, പഴയത് മാർക്ക് ചെയ്യുന്ന ഫോർമുല എന്താണോ ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണം. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയ സർക്കാരിന്റെ നടപടി റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അത് ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. എന്തായാലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാനാകില്ല എന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാടിനെതിരെ ഒരുപക്ഷെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള ഒരു നീക്കങ്ങളായിരിക്കും ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. എന്തായാലും CBSE വിദ്യാർത്ഥികൾ നേരത്തെ അല്ലെങ്കിൽ CBSE സ്കൂൾ മാനേജ്മെന്റുകൾ ഉന്നയിച്ചൊരു വാദഗതിയായിരുന്നു പെട്ടെന്ന് സർക്കാർ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തത് അത് നിയമവിരുദ്ധമായിരുന്നു എന്നുള്ളൊരു വാദഗതിയായിരുന്നു. അത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ ഇന്നലെ സിംഗിൾ ബെഞ്ച് ഉത്തരവിറങ്ങി പെട്ടെന്ന് തന്നെ AGയുടെ ആഭിമുഖ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ നടപടികൾ ഉടൻ ആരംഭിക്കുകയും ഇന്ന് ഹൈക്കോടതി രാവിലെ കേസ് പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അടിയന്തരമായിട്ട് തന്നെ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് പരിഗണിക്കാനായിട്ട് അനുമതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഈ വിദഗ്ധ സമിതി പഠിച്ചുകൊണ്ട് ഈ മാർക്ക് ചെയ്യുന്ന ഫോർമുല അത് പരിഷ്കരിക്കണമെന്നുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതിയിൽ സർക്കാർ ഹാജരാക്കിയെങ്കിലും ആ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണെങ്കിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച നിലപാട് സർക്കാരിന് എതിരായിരുന്നു. എന്തായാലും കീമിന്റെ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനോടൊപ്പം തന്നെയാണ് ഡിവിഷൻ ബെഞ്ചും നിലവിൽ നിന്നിരിക്കുന്നത്, നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. രേഷ്മ, ഈ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, ആദ്യത്തെ 100 പേരിൽ 80 പേരും CBSE സിലബസിൽ വരുന്നു. അത് മാറ്റിമറിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെങ്കിൽ പോലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ആ പട്ടികയിലുള്ള അല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ള കുട്ടികളുടെ ഭാവി അത് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടവും കൂടി വന്നിട്ടുണ്ടല്ലോ. ഇനി സർക്കാരിന്റെ മുന്നിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മാർഗങ്ങൾ? അതേപോലെ പ്രധാനമായിട്ടും സർക്കാർ ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി ഈ മാർക്ക് ചെയ്യുന്ന ഫോർമുല മാറ്റിയതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ആദ്യത്തെ 10 റാങ്കിങ്ങിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ എത്തുന്നില്ല. അത് മാത്രമല്ല 100 റാങ്കിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ 86 പേരും CBSE സിലബസിൽ പഠിച്ച കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പുതിയ മാർക്ക് ചെയ്യുന്ന ഫോർമുല കൊണ്ടുവന്നതെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഇതിന് തങ്ങളുടെ ഒരു ന്യായീകരണമായിട്ട് ഹൈക്കോടതിയിൽ അടക്കം ഉന്നയിച്ചത്. പക്ഷെ ഇവിടെ പ്രശ്നം പറ്റിയത് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്ന സമയം അതിന്റെ ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടായത്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ മാർക്ക് ചെയ്യുന്ന ഫോർമുല അത് നടപ്പിലാക്കുന്ന സമയത്ത് ആ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തേണ്ടത് ആ വിജ്ഞാപനം, ആ പരീക്ഷ സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇറങ്ങുന്ന സമയത്താണ് സാധാരണഗതിയിൽ ചെയ്യുക. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപാണ് സംസ്ഥാന സർക്കാർ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന്റെ മാർക്ക് ചെയ്യുന്ന ഫോർമുല പുതിയ രീതിയിൽ ആക്കുന്നത്. അത് തന്നെയാണ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതും ഹൈക്കോടതി സർക്കാരിനെതിരായിട്ടുള്ള ഉത്തരവിലേക്ക് കടന്നതും. എന്തായാലും ഇത് സർക്കാരിനെ സംബന്ധിച്ചുള്ളത് മേൽക്കോടതിയെ സമീപിക്കുക, അത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് തന്നെയാണ്. അതുമല്ലെങ്കിൽ ഒരു റിവ്യൂ പുനഃപരിശോധനാ ഹർജി ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും വേണം. എന്തായാലും
അടിയന്തരമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത പക്ഷം വലിയ രീതിയിലുള്ള തിരിച്ചടി സർക്കാർ ഇക്കാര്യത്തിൽ ഉണ്ടാകും. കാരണം ഈ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ ഫോർമുലയിൽ വീണ്ടും ഈ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള റാങ്കുകളിൽ ഒരു ഘടനയിൽ മാറ്റം വരും. ഇപ്പോൾ കൂടുതൽ റാങ്ക് നേടിയ ആളുകൾ ഒരുപക്ഷെ പിന്നോട്ട് പോയേക്കാം, കൂടുതൽ ആളുകൾ മുന്നോട്ട് വന്നേക്കാം. അങ്ങനെ രീതിയിലുള്ള ഒരു പുനഃക്രമീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും സർക്കാർ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച വാദഗതികളൊക്കെ തന്നെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തു. ജയിക എല്ലാവർക്കും തുല്യ അനുപാതത്തിൽ പരിഗണിക്കാനാണ് ഈ നടപടി എന്നായിരുന്നു കേരള സർക്കാരിന്റെ വാദം. പക്ഷേ പഴയ രീതിയിൽ അനുപാതം എടുത്താൽ കേരള സിലബസിലെ കുട്ടികൾ പിന്നിലായിരിക്കുമെന്നും സർക്കാർ പറഞ്ഞിരുന്നു. പുതിയ നടപടിയിൽ 2 സിലബസിലും തുല്യ അനുപാതം ഉണ്ടാകുമെന്നും കൂടി സർക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ആദ്യത്തെ ഒരു മാർക്ക് ചെയ്യുന്ന ഫോർമുല പ്രകാരമായിരുന്നു ഈ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ പിന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ഒരു വാദം അല്ലെങ്കിൽ അത്തരമുള്ള ഒരു നിരീക്ഷണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ഇത് പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പരിഷ്കരണ ഘട്ടത്തിൽ CBSE അതായത് ഇതിന്റെ വെയിറ്റേജ് കണക്കാക്കുന്ന സമയത്ത് 5:3:2 എന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വരുമ്പോൾ CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ വെയിറ്റേജിൽ കുറവുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും CBSE സിലബസിൽ പഠിച്ച കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ എത്തുമായിരുന്നു. അത് തന്നെയാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ സർക്കാർ പറഞ്ഞത് ഒരു തുല്യതയിൽ ഉണ്ടാകുമെന്നാണ്. എങ്കിലും ഇവിടെ CBSE വിദ്യാർത്ഥികൾക്ക് അവിടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം, അതിൽ നിന്നൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ടും എടുത്തു കാണേണ്ടത്. തുല്യതയും അസമത്വവും, അതായത് തുല്യത കൊണ്ടുവന്ന് അസമത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല കൊണ്ടുവന്നതാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ ആ തുല്യതയ്ക്ക് അപ്പുറത്തേക്ക് ആ CBSE വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിന് ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിലൊരു നടപടി സ്വീകരിക്കാൻ സർക്കാരിന് സാധിച്ചില്ല. പകരം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉടനടി ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അപ്പോഴേക്കും CBSE വിദ്യാർത്ഥികൾക്കോ സ്കൂൾ മാനേജ്മെന്റിനോ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാനായിട്ട് സാധിച്ചില്ല. തുടർന്നാണ് അവർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചില് ഹർജി നൽകിക്കൊണ്ട് ഉടനടി ഒരു ഇടപെടൽ വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അവർക്ക് അനുകൂലമായിട്ട്, അതായത് റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണം, ഉടനടി ഒരു പരിഷ്കരണ ഫോർമുല അത് നടപ്പിലാക്കിയ സർക്കാരിന്റെ നടപടി അത് തെറ്റാണെന്ന് സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയത്. ഈ സർക്കാരിന്റെ ഒരു ധൃതി വെച്ചുള്ള ഒരു സമീപനം തന്നെയാണ് ഈ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിലേക്ക് കടന്നെത്തിയത്. കാരണം ഈ ഒരു പക്ഷേ ഈ കഴിഞ്ഞ 14 വർഷമായിട്ട് ഒരു തരത്തിലുള്ള ഒരേ രീതിയിലുള്ള മാർക്ക് ഏകീകരണ ഫോർമുലയായിരുന്നു ഈ കീം റാങ്ക് പട്ടികയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ കീം റാങ്ക് പട്ടികകളിലെ പ്രോസ്പെക്ടസിലടക്കം മാറ്റം വരുത്താൻ സാധിക്കുമോ, അതിന്റെ മാർക്ക് ഏകീകരണ സമ്പ്രദായം അത് മാറ്റുന്ന കാര്യത്തിൽ ഒരു പഠനം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത് മാർക്ക് ഏകീകരണ ഫോർമുലയിൽ മാറ്റം വരണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു വീഴ്ചയായിട്ട് എടുത്തു കാട്ടാൻ സാധിച്ചത്. കാരണം കൃത്യമായിട്ട് ഒരു സമയദൈർഘ്യം വെച്ച്, അതായത് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മാർക്ക് ഏകീകരണ ഫോർമുല അടക്കം പഠിച്ച് അതിന്റെ കാര്യങ്ങളിൽ ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിനെ തെറ്റുതിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് ഈ കീം റാങ്ക് പട്ടികയിൽ ആക്ഷേപങ്ങൾ ഇല്ലാതെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനിടയിൽ സർക്കാർ ചെയ്തത് ഉടനടി ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ്. പ്രോസ്പെക്ടസിലെ മാറ്റം സ്വാഭാവികമായിട്ടും എതിർപക്ഷത്തു നിന്ന് CBSE വിദ്യാർത്ഥികളെ ബാധിച്ചു. അവർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഉത്തരവ് തേടുകയും ചെയ്തു. ഇവിടെയാണ് സർക്കാർ തിരിച്ചടി സംഭവിച്ചത്. എന്തായാലും ഇനി സർക്കാരിന് മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുക, ഒപ്പം തന്നെ അതുമല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോവുക. എന്തായാലും ഈ പ്രവേശന നടപടികൾ ഈ ഒരു അടുത്ത 15-16 മുന്നേ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതിനിടയിൽ തന്നെയാണ് സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിയമോപദേശം തേടി ഉടനടി ഇക്കാര്യത്തിൽ ഒരു നടപടി സർക്കാരിന് സ്വീകരിക്കേണ്ടി വരും. എന്തായാലും ഡിവിഷൻ ബെഞ്ച് ഒരു ഘട്ടത്തിലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ എതിർപ്പ് പറയാനോ അല്ലെങ്കിൽ ഇടപെടാനോ തയ്യാറായിരുന്നില്ല.
സാധിച്ചില്ല. എന്തായാലും സർക്കാരിന് വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടാണ് സർക്കാർ കളിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും റാങ്ക് പുനഃക്രമീകരിക്കണമെന്നുള്ള നിലപാടിലേക്കും തീരുമാനത്തിലേക്കും സിംഗിൾ ബെഞ്ചിന്റെ അതേ കാര്യത്തിൽ അതേ ഉത്തരവിൽ തന്നെ ഡിവിഷൻ ബെഞ്ച് ഉറച്ചു നിന്നു. ഇനി സംസ്ഥാന സർക്കാരാണ് കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടത്. ദേവിക. രേഷ്മ, ഈ പ്രവേശന നടപടികൾ പോലും അനിശ്ചിതത്വത്തിലാണല്ലോ, അതുകൊണ്ട് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന് പറയേണ്ടി വരും. കാരണം സംസ്ഥാന സർക്കാരിന്റെ പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിന്റെ ഭാഗമായി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതായത് ഈ കീമിന്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് അതിന്റെ കൃത്യമായിട്ടുള്ള എല്ലാ പ്രവേശന നടപടികളും മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടി നൽകിക്കൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. സ്വാഭാവികമായിട്ടും ഈ നിലവിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നു. സർക്കാരിന് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും വലിയ രീതിയിലുള്ള ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് സർക്കാർ കാട്ടിയ ഒരു അലംഭാവമാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ്. കാരണം കീമിന്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ അല്ലെങ്കിൽ 2 ദിവസത്തിന് മുന്നേയൊക്കെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് നിയമാനുസൃതം അത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഏത് വിദ്യാർത്ഥിയാണെങ്കിലും അത് ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനുകൂല ഉത്തരവ് നേടിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് CBSE വിദ്യാർത്ഥികൾ ഇവിടെ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സർക്കാർ പറഞ്ഞത് ഇതിൽ അസമത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പ്രായോഗിക തലത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് ചെയ്യുന്ന സമ്പ്രദായം തന്നെയാണ് തങ്ങൾ ചെയ്തതെന്നാണ്. പക്ഷേ ഈ മാർക്ക് ചെയ്യുന്ന സമ്പ്രദായം പരിഷ്കരിച്ചതിലൊന്നുമല്ല ഹൈക്കോടതി ഇടപെട്ടത്. മറിച്ച് ആ മാർക്ക് ചെയ്യുന്ന ഫോർമുല എപ്പോഴാണ് നടപ്പിലാക്കിയത് അതിന്റെ സമയത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടായത്. കഴിഞ്ഞ വിദഗ്ധ സമിതിയുടെ എല്ലാ റിപ്പോർട്ടുകളിലും പരിശോധിച്ചു കഴിഞ്ഞാൽ മാർക്ക് ചെയ്യുന്ന ഫോർമുല പരിഷ്കരിക്കണമെന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഈ വിദഗ്ധ സമിതിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രോസ്പെക്ടസിലടക്കം മാറ്റം വരുത്താനായിട്ട് ഒരു ഘട്ടത്തിലും ഈ പറയുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കൊടുത്തിരുന്നില്ല. മറിച്ച് മാർക്ക് ചെയ്യുന്ന പരിഷ്കരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ഈ സർക്കാർ ചെയ്തത് മാർക്ക് ചെയ്യുന്ന ഫോർമുല കൊണ്ടുവന്നതിനൊപ്പം തന്നെ പ്രോസ്പെക്ടസിലടക്കം വലിയ രീതിയിൽ മാറ്റം വരുത്തി. ഇത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചു എന്നതാണ് ഹൈക്കോടതിയിൽ ഈ വിഷയം വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും അനുകൂല ഉത്തരവ് നേടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു വിശദമായിട്ടുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കൂ. എന്തായാലും റാങ്ക് പട്ടികയാണ് പുനഃക്രമീകരിക്കേണ്ടത്. അത് റാങ്ക് പട്ടികയാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി വെയിറ്റേജുകൾ മാറും. സ്വാഭാവികമായിട്ടും നിലവിലെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളിൽ അവരുടെ റാങ്ക് സ്ഥാനം സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അത് വലിയ രീതിയിൽ പ്രവേശനം താമസിപ്പിക്കുക, അതായത് പ്രവേശന നടപടികൾ വൈകാനും കാരണമാകും എന്നുള്ളതാണ് ഇതിൽ വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്നും ചിന്തിക്കുമ്പോൾ വലിയൊരു ആശങ്കയായിട്ടുള്ളത്. എന്തായാലും പ്രവേശന നടപടികൾ ഈ മാസം ഒരു 15 കൂടി തന്നെ ആരംഭിക്കേണ്ടതാണ്. അതിനിടയിലാണ് ഈ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണം എന്നുള്ള വലിയൊരു ബൃഹത്തായിട്ടുള്ള ദൗത്യം കൂടി സർക്കാരിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സർക്കാർ നേരത്തെ കാട്ടിയ ഒരു അതിബുദ്ധിയാണ് ഇപ്പോൾ സർക്കാർ തന്നെ വിലങ്ങുതടിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇനി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്നുള്ള നിലപാടിൽ ഹൈക്കോടതി ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്ന അതേ വേഗത്തിൽ ഇതിന്റെ അപ്പീലുകൾ ഒരുപക്ഷെ മേൽക്കോടതിയിൽ സമീപിക്കാനായിട്ട് സർക്കാർ ചെയ്യുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ സർക്കാർ നടത്തേണ്ടി വരും. എന്തായാലും റാങ്ക് പട്ടിക പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് വേണം സർക്കാർ കടക്കേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് ഡിവിഷൻ ബെഞ്ച് എത്തുകയും സംസ്ഥാന സർക്കാർ ഈ കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തിരിക്കുകയാണ്. ജയന്ത. രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ 2011 മുതലുള്ള മാനദണ്ഡം അനുസരിച്ച് വെയിറ്റേജ് കണക്കാക്കി ഫലം പുനഃപ്രസിദ്ധീകരിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള പലരും പുറത്തു പോകേണ്ടി വരും. അതുതന്നെയാണ് ഈ പ്രവേശന നടപടികളെ കൂടുതൽ അവതാളത്തിലാക്കുക. ഇത് കൂടുതൽ കുട്ടികളുടെ ഭാവിയെ വളരെ മോശമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇതിൽ 2 തട്ടിലാണ് ഈ വിഷയങ്ങൾ കിടക്കുന്നത്. ഈ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ പലരും ഈ പുതിയ മാർക്ക് എഴുതുന്ന ഫോർമുല പ്രകാരം ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. CBSE സിലബസിലുള്ള കുട്ടികൾ പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ട് തന്നെ നിലവിൽ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കുന്നത് പഴയ ഫോർമുല പ്രകാരമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ റാങ്ക് കിട്ടിയിരിക്കുന്ന പലരും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.